ഹലോ ഫ്രണ്ട്സ്, സ്മാക്ക് ബെറ്റാസിൻ്റെ അടുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം കോയിസ് ആണ്, അഥവാ ജപ്പാനീസ് കോയി. വളരെയധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും ബ്രീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു ഇനമാണ് ജാപ്പനീസ് കോയി. സ്ഥലപരിമിതി മൂലമാണ് പലരും ഇത് വേണ്ടെന്ന് വയ്ക്കുന്നത്. ലോകത്തുള്ള ജാപ്പനീസ് കോയിയുടെ ഫാൻസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത മാത്രം മത്സ്യപ്രേമികളാണ് ഈ മത്സ്യത്തിൻ്റെ പിറകിലുള്ളത്. കോയി എന്ന മത്സ്യം നിഷ്കി കോയി ഓർ ജിൻലി എന്ന പേരിലാണ് സാധാരണ അറിയപ്പെടുന്നത്. ഇത് സൈപ്രനസ് റുബോഫസ്കസ് എന്ന ഇനത്തിലാണ് ജാപ്പനീസ് കോയി വരുന്നത്. കോയി ഏകദേശം 50 വർഷം വരെ ജീവിക്കുകയും 36 ഇഞ്ച് വരെ നീളം വയ്ക്കുകയും ചെയ്യും. കോയിയുടെ ഉത്ഭവം ചൈനയിൽ നിന്നാണെങ്കിൽ പോലും ജപ്പാനീസ് കോയി എന്ന പേരിലാണ് ഇവ അറിയപ്പെടുന്നത്. കാരണം ഇവ ആദ്യകാലങ്ങളിൽ ജാപ്പനീസ് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന മത്സ്യമായിരുന്നു. കോയി മത്സ്യത്തിൻ്റെ ഭംഗി കണ്ട് അതിൽ ആകൃഷ്ടരായാണ് ജാപ്പനീസിലുള്ള ബ്രീഡേഴ്സ് ഇവയെ ബ്രീഡ് ചെയ്യാനും പുതിയ വെറൈറ്റീസുകൾ കണ്ടെത്താനും സഹായകമായത്. അതുകൊണ്ടാണ് ഇവ ജാപ്പനീസ് കോയി എന്ന പേരിൽ അറിയപ്പെടുന്നത്. 100-ലധികം ടൈപ്സ് കോയി ഫിഷുകൾ ഉണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ട 13 വെറൈറ്റികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മൾ ആദ്യമായി പരിചയപ്പെടാൻ പോകുന്ന ഇനമാണ് കൊഹാക്കു. എല്ലാ കോയി മത്സ്യങ്ങളുടെയും രാജാവ് എന്നാണ് കൊഹാക്കുവിനെ പറയപ്പെടുന്നത്. കൊഹാക്കു മത്സ്യത്തിൽ 2 നിറമാണ് ഉള്ളത്. 2 നിറങ്ങളുടെ ഒരു മിക്സാണ് കൊഹാക്കു. ആ 2 നിറങ്ങൾ ഒന്ന് റെഡും ഒന്ന് വൈറ്റുമാണ്. കൊഹാക്കു മത്സ്യത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ വെളുത്ത ശരീരത്തിൽ ചുവന്ന മാർക്കിങ്സ് ആണ് വരുന്നത്. ജാപ്പനീസ് കോയിയെ തുടങ്ങാൻ പോകുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഫിഷാണ് കൊഹാക്കു. അടുത്തിനമാണ് തായ്ഷോ സാങ്കെ അല്ലെങ്കിൽ സാങ്കെ എന്ന പേരിലും അറിയപ്പെടുന്നു. സാൻഷോക്കു എന്നാൽ 3 നിറങ്ങൾ എന്നാണ് അർത്ഥം. കോഴിയുടെ ശരീരത്തിൽ 3 നിറങ്ങളുടെ സാന്നിധ്യമായി യോജിക്കുന്നു: വെള്ള, ചുവപ്പ്, കറുപ്പ്. ഈ മത്സ്യത്തിന് കൊഹാക്കുമായി വളരെയധികം സാമ്യമുണ്ട്. കൊഹാക്കുവിൻ്റെ ശരീരത്തിൽ ഒരു കറുപ്പ് മാർക്ക് കൂടി വന്നു ചേർന്നാൽ ഇത് തായ്ഷോ സാങ്കയായി മാറുന്നതാണ്. കോയി ഫാമിലിയിൽ 100-ലധികം ഫിഷുകളുണ്ടെങ്കിലും അതിൽ ബിഗ് 3 എന്ന 3 പേരിൽ അറിയപ്പെടുന്ന ഒരു കൂട്ടത്തിൽ ഒന്നാണ് തായ് സാങ്കെ. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ പിന്നീട് പറയുന്നതാണ്. അടുത്ത ഇനമാണ് ഷോവ. ഷോവയെ ഷോവ സാൻഷോക്കു അല്ലെങ്കിൽ ഷോവ സാങ്കെ എന്നറിയപ്പെടുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാൻഷോക്കു എന്നാൽ 3 നിറങ്ങൾ എന്നാണ് അർത്ഥം. ശരീരത്തിൽ വെള്ള, ചുവപ്പ്, കറുപ്പ് നിറങ്ങൾ ഉള്ളതിനാലാണ് ഷോവയ്ക്ക് ഈ പേര് ലഭിച്ചത്. ഷോവ സാങ്കയുമായി തികച്ചും സാമ്യമുള്ളതാണ്. എന്നിരുന്നാലും 2 തരം കോയി മത്സ്യങ്ങളെ വേർതിരിക്കുന്ന പ്രധാന വ്യത്യാസം ഷോവയിലെ കറുത്ത ശരീരമാണ്. ഷോവയിലെ ബേസ് കളർ ബ്ലാക്ക് ആണ്. ബ്ലാക്ക് കളറിന് മുകളിലാണ് വെളുപ്പും ചുവപ്പുമായ അടയാളങ്ങൾ വരുന്നത്. അടുത്ത ഇനമാണ് ടാൻജോ. ടാൻജോ എന്ന കോയിക്ക് ആ പേര് ലഭിച്ചത് ജപ്പാന്റെ ദേശീയ പക്ഷിയായ ടാൻജോ ക്രെയിൻ എന്ന പക്ഷിയുടെ തലയിൽ കാണുന്ന റെഡ് മാർക്ക് അതേപോലെ ടാൻജോയുടെ തലയിലും കാണുന്നു. അതുകൊണ്ടാണ് കോയി ഫിഷിന് ടാൻജോ എന്ന പേര് ലഭിച്ചത്. ടാൻജോ എല്ലാ ഇനത്തിലും കാണുന്നുവെങ്കിലും ടാൻജോ കൊഹാക്കു ആണ് ഏറ്റവും മനോഹരമായ ടാൻജോ. കോയി ഫിഷിൻ്റെ തലയിൽ വരുന്ന മാർക്ക് വൃത്താകൃതിയിലോ ഹൃദയത്തിൻ്റെ ആകൃതിയിലോ ഡയമണ്ട് ആകൃതിയിലോ ആകണം ഇവ ടാൻജോ ആകണമെങ്കിൽ. മറ്റുള്ള ഷേപ്പിൽ വരുന്ന പുള്ളികളൊന്നും ടാൻജോ ഗണത്തിൽ ഉൾപ്പെടുന്നതല്ല. നാം മുന്നേ സൂചിപ്പിച്ച ബിഗ് 3 അഥവാ ഗോ സാങ്കെ എന്ന പദം 3 പ്രധാന ഇനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ആദ്യമായി നമ്മൾ പറഞ്ഞ കൊഹാക്കു, രണ്ടാമത് പറഞ്ഞ സാങ്കെ,
മൂന്നാമത്തെ ഐറ്റം ഷോവ. ഈ മൂന്ന് ഐറ്റം കൂടിച്ചേർന്നതാണ് കോഴി കുടുംബത്തിലെ ബിഗ് 3 എന്നറിയപ്പെടുന്നത്. ഉറ്റ്സുരി എന്നത് ഒരു തരം കോഴി മത്സ്യമല്ല. 3 തരം ഉറ്റ്സുരി കോഴി മത്സ്യങ്ങൾ ഉൾപ്പെടുന്ന ഉറ്റ്സുരി മോനോ എന്ന വിഭാഗത്തിൻ്റെ പേരാണത്. ആ 3 മത്സ്യങ്ങൾ: ഒന്ന് ഷിരോ ഉറ്റ്സുരി അഥവാ വെളുത്ത ഉറ്റ്സുരി, കി ഉറ്റ്സുരി അഥവാ മഞ്ഞ ഉറ്റ്സുരി, ഹായ് ഉറ്റ്സുരി അഥവാ ചുവന്ന ഉറ്റ്സുരി. ഉറ്റ്സുരി മോന എന്നാൽ പ്രതിഫലനം എന്നാണ് മീനിങ്. ഉറ്റ്സുരി വിഭാഗത്തിൽ ബേസിക് കളർ ബ്ലാക്ക് ആയിരിക്കും. അതിൽ ചുവപ്പ് അഥവാ വെള്ള അല്ലെങ്കിൽ മഞ്ഞ, ഈ 3 അടയാളങ്ങൾ വരുമ്പോഴാണ് അത് ഉറ്റ്സുരി ആകുന്നത്. ഉറ്റ്സുരി കോഴി മത്സ്യത്തിൻ്റെ തലയിലെ ബ്ലാക്ക് പാറ്റേൺ ഷോവ കോഴിയുടെ സമാനമാണ്. അതായത് മുഖം വിഭജിക്കുന്ന ഒരു ബ്ലാക്ക് അടയാളം ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നു. ബ്ലാക്ക് പാറ്റേണും ഏകദേശം ഷോവ കോഴി ഫിഷിൻ്റെ സമാനമായാണ് വരുന്നത്. ഒരു വലിയ പ്രമുഖ പ്രതിഫലിക്കുന്ന ബ്ലാക്ക് പാറ്റേൺ മുഴുവൻ ശരീരത്തിലും ഉണ്ട്. ഉറ്റ്സുരി കോഴി മത്സ്യത്തിലെ ലാറ്ററൽ ലൈന് തൊട്ടു താഴെയായി ബ്ലാക്ക് ശരീരത്തിന് ചുറ്റും ആവരണം ചെയ്തിരിക്കുന്നു. ഈ അടയാളങ്ങൾ മൂക്കിൽ നിന്ന് വാലിലേക്ക് വ്യാപിക്കുകയും ശരീരത്തിൻ്റെ നീളത്തിലും ഡോർസൽ ലൈനിൻ്റെ ഇരുവശത്തും സന്തുലിതമാവുകയും ചെയ്യുന്നു. അടുത്ത ഇനമാണ് ബെക്കോ. ബെക്കോയുടെ മീനിങ് ടോർട്ടിസ് ഷെൽ എന്നാണ്. ബെക്കോയും ഉറ്റ്സുരിയും എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന 2 വെറൈറ്റികളാണ്. നമ്മൾ ഉറ്റ്സുരിയിൽ കണ്ട അതേ കളർ കോമ്പിനേഷനാണ് ബെക്കോയിലും വരുന്നത്. ഉറ്റ്സുരിയിൽ ബേസിക് കളർ ബ്ലാക്കും അതിന് മുകളിലാണ് മാർക്കിങ്സ് വരുന്നത്. മാർക്കിംഗ് കളറുകളായ വെള്ള, ചുവപ്പ്, യെല്ലോ. എന്നാൽ ബെക്കോയിൽ ബേസിക് കളർ വെള്ള, ചുവപ്പ്, മഞ്ഞ ആകുന്നു. മാർക്കിംഗ് കളറാണ് ബ്ലാക്ക്. ബെക്കോയിൽ അറിയപ്പെടുന്ന വേരിയൻസ് ആണ് ഷിരോ ബെക്കോ അഥവാ വൈറ്റ് ബോഡി, അക്ക ബെക്കോ അഥവാ റെഡ് ബോഡി, കി ബെക്കോ അഥവാ മഞ്ഞ ബോഡി. ഇവയിൽ ഏറ്റവും അധികം കാണുന്നത് ഷിരോ ബെക്കോ അഥവാ വെള്ള ബോഡിയാണ് നമ്മൾ ഏറ്റവും അധികം കാണുന്ന ഐറ്റം. അടുത്ത വേരിയൻ്റാണ് അസാഗി കോയി ഫിഷ്. അസാഗി കോയി ഫിഷ് കാണുന്നത് മുൻപ് കണ്ട ഫിഷുകളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായാണ് അവയെ കാണുന്നത്. അവരുടെ ശരീരത്തിന് മുകളിൽ നീല നിറമുള്ള നെറ്റ് പോലുള്ള പാറ്റേൺ ഉണ്ടാകും. അവയുടെ ബെല്ലി, ഫിൻസ്, ഗിൽ പ്ലേസ് എല്ലാം ചുവന്ന കളറും ആകുന്നു. ഇവ പ്രായമാകുമ്പോൾ ചുവന്ന നിറം താഴെ നിന്ന് മുകളിലേക്ക് വ്യാപിക്കുന്നു. അസാഗി ഇനത്തിൽ ചുവപ്പ് നിറം അധികമായി വന്നാൽ അവയെ ഹായ് അസാഗി എന്ന് പറയുന്നു. മറ്റൊരു വേരിയൻ്റാണ് ടാക്കി അസാഗി. ഇവയുടെ പ്രത്യേകത ഇതിന് സാധാരണ നീല നിറമുള്ള നെറ്റ് പാറ്റേണും ചുവന്ന നിറവും ഉണ്ടാകും. കൂടാതെ വൈറ്റ് കളേർഡ് സ്കെയിൽസ് ഈ പറഞ്ഞ ബ്ലൂ നെറ്റിൻ്റെയും ചുവന്ന ബോഡിയുടെ ഇടയിൽ കൂടെ ഒരു ലൈൻ പോലെ പിഗ്മെൻറ്റേഷൻ വന്നു കഴിഞ്ഞാൽ അവയെ ടാക്കി അസാഗി എന്ന് പറയുന്നു. അടുത്ത ഇനമാണ് ഷുസുയി. ഇവ അസാഗി കോയിയുടെ മറ്റൊരു പതിപ്പാണ്. വ്യത്യാസം എന്ന് പറയുന്നത് അസാഗിയുടെ മുകളിൽ സ്കെയിൽസ് ഇല്ലാതെ നീല പാറ്റേൺ വരുന്ന ഭാഗത്ത് ഇവയുടെ ശരീരത്തിൽ സ്കെയിൽസ് മുഴുവൻ തന്നെ ശരീരത്തിൽ കാണുന്നതാണ്. അതായത് ശരീരത്തിൻ്റെ ഡോർസൽ ലൈനിൻ്റെ ഒപ്പം ഒരൊറ്റ വരിയായി
അതിൻ്റെ സ്കെയിൽസ് ഫോം ആവും. അസാഗിയിൽ ഈ സ്കെയിൽ കാണത്തില്ല, അതിന് പകരം നീല കളറിലുള്ള പാറ്റേൺസാണ് നമ്മൾ കാണുന്നത്. അടുത്ത ഇനമാണ് കൊറോമോ അഥവാ ഗൊരോമോ. ഇത് വൺ ഓഫ് ദി മോസ്റ്റ് സ്റ്റണ്ണിങ് ടൈപ്പ് ഓഫ് കോയ് ഫിഷ് പെട്ട ഒരു ഐറ്റമാണ്. ഓൾസോ ഇറ്റ് ഈസ് എ ഹൈബ്രിഡ് ഓഫ് കൊഹാക്കു ആൻഡ് അസാഗി കീ ഫിഷ്. ഇതൊരു ഹൈബ്രിഡ് ഇനമാകുന്നത് കൊണ്ട് കൊഹാക്കുവിൻ്റെ ആ ബേസിക് കളറായി വെള്ള കളർ കിട്ടുകയും അസാഗിയുടെ മുകളിലുള്ള ആ നെറ്റ് പാറ്റേൺ ഫോമായി വരികയും ചെയ്യും. ഇതിൽ 3 വേരിയൻസ് വരുന്നുണ്ട്: ഐഗൊരോമോ, സുമിഗൊരോമോ, ബുഡോഗൊരോമോ. അടുത്ത വെറൈറ്റിയാണ് ഗോഷിക്കി. ഗോഷിക്കി എന്നാൽ 5 നിറങ്ങൾ എന്നാണ് മീനിങ് വരുന്നത്. ഇതും ഒരു സങ്കര ഇനമാണ്. അസാഗിയും സാങ്കയും തമ്മിലുള്ള സങ്കര ഇനത്തിലാണ് ഗോഷിക്കി ഫോം ആവുന്നത്. ഇതിൻ്റെ ശരീരത്തിൽ 5 കളേഴ്സ് വരുന്നത് കൊണ്ടാണ് ഇതിനിങ്ങനെ നെയിം വന്നിരിക്കുന്നത്. അസാഗിയുടെ സാധാരണ ബ്ലൂ പാറ്റേണും ഓറഞ്ച് ബോഡിയിലുള്ള ഓറഞ്ച് കളേഴ്സും സാങ്കയിൽ കാണുന്ന റെഡ്, ബ്ലാക്ക്, വൈറ്റ് പാറ്റേൺസും കൂടി ചേരുമ്പോഴാണ് ഗോഷിക്കി ഫോം ആവുന്നത്. അടുത്ത വെറൈറ്റിയാണ് കവരിമോനോ അല്ലെങ്കിൽ കവാരിഗോയ്. ഈ കോയി ഫാമിലിയിലാണ് ഫാസ്റ്റ് ഗ്രോയിങ് ആൻഡ് ലാർജ് സൈസ് കോയ് ഫിഷുകൾ ഉണ്ടാകുന്നത്. ഇതിൽ വരുന്ന ഒരു ഇനമാണ് ഹാജിറോ. ഇതിൽ ബ്ലാക്ക് ബോഡിയിൽ വൈറ്റ് കളേർഡ് ടിപ്സ് ഓൺ ഇറ്റ്സ് ഫിൻ ആൻഡ് ടെയിൽ. അടുത്ത വെറൈറ്റിയാണ് ഹാഗഷിറോ. ബ്ലാക്ക് ബോഡിയിൽ വൈറ്റ് കളർ ഫേസും ഹെഡും ഉണ്ടാകും. അടുത്ത വേരിയൻ്റാണ് കുമോൺ റിയു അഥവാ ഡ്രാഗൺ ഫിഷ്. കവാരിമോനോ ഫാമിലിയിൽ സിംഗിൾ കളേർഡ് കോയ് ഫിഷസ് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. അടുത്ത വെറൈറ്റിയാണ് ഹിക്കാരി മുജി ഓർ ഹിക്കാരി മോനോ. ഈ വിഭാഗത്തിൽ സിംഗിൾ കളേർഡായ ഫിഷസ് ആയിരിക്കും. ഇവയുടെ സ്കിന്നാണെങ്കിൽ ഭയങ്കര ഷൈനി അപ്പിയറൻസ് ആയിരിക്കും. നോർമലി ഹിക്കാരി എന്ന് പറഞ്ഞാൽ ഷൈനി ഓർ മെറ്റാലിക് എന്നാണ് മീനിങ് വരുന്നത്. ഇതിലെ മെയിൻ വെറൈറ്റിയാണ് ഓറഞ്ച് ഓഗോൺ. ഇവയുടെ നിറം ഓറഞ്ച് നിറത്തിലുള്ള സിംഗിൾ കളേർഡായ ഫിഷാണ്. അടുത്ത വെറൈറ്റിയാണ് യമബുക്കി ഓഗൺ. ഇവ യെല്ലോ കളർ അല്ലെങ്കിൽ മെറ്റാലിക് ലുക്കുള്ള കോയ് ഫിഷാണ്. അടുത്ത വെറൈറ്റിയാണ് അക്ക മത്സുബ. ഈ ഫിഷിന് റെഡ് സ്കെയിലും വിത്ത് ബ്ലാക്ക് സെൻറ്റേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അടുത്തത് കിൻ മാറ്റ്സുബോ. ഇത്
യെല്ലോ അല്ലെങ്കിൽ ഗോൾഡ് നിറത്തിലുള്ള സ്കെയിലും വിത്ത് ബ്ലാക്ക് മാർക്സ് ആയിരിക്കും. അടുത്തത് ജിൻ മെറ്റ്സുബ. ഇത് വെള്ളി നിറമായിരിക്കും. അടുത്ത മെയിൻ വെറൈറ്റിയാണ് ഹിക്കാരി മോയോ. ഹിക്കാരി മോയോയിൽ 2 അതിലധികമോ നിറമുള്ള മെറ്റാലിക് കോയി മത്സ്യങ്ങളുടെ ഒരു കാറ്റഗറിയാണ്. ഇത് ഉണ്ടാകുന്നത് ഹിക്കാരി മുജിയിലെ വരുന്ന വ്യത്യസ്ത മോണോക്കോയി മത്സ്യങ്ങൾക്കിടയിലുള്ള സങ്കര ഇനം ബ്രീഡിങ്ങിലൂടെ ആണ് ഇവ ഫോമാകുന്നത്. ഹിക്കാരി മോയോയുടെ കോമ്പിനേഷൻ ഓഫ് ഷിമറിങ് സ്കിന്നും സ്ട്രൈക്കിംഗ് പാറ്റേൺസും അവരുടെ കളറിങ്സ് എല്ലാം കോയിൽ തന്നെ ഒരു മനോഹരമായൊരു ഇനമായി മാറ്റുന്നുണ്ട് ഹിക്കാരി മോയോസ്. ഹിക്കാരി മോയോയിൽ 4 വിഭാഗം വരുന്നുണ്ട്, 4 വെറൈറ്റീസ് വരുന്നുണ്ട്. ആദ്യത്തേതാണ് എമറ്റോണി സിക്കി. ഇത് സാങ്കെ കോയി ഫിഷിൻ്റെ മെറ്റാലിക്. നെക്സ്റ്റ് ഐറ്റമാണ് സക്കുരോ ഒഗോൺ. ഇത് കൊഹാക്കു കോയി ഫിഷിൻ്റെ മെറ്റാലിക് വേർഷനാണ്. അടുത്ത ഐറ്റമാണ് കുജാക്കു. കുജാക്കുവിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ പീക്കോക്ക്, മയിൽ എന്നാണ്. മാറ്റസുബ പാറ്റേൺ ഉള്ള കൊഹാക്കു ഫിഷിൻ്റെ മെറ്റാലിക് പതിപ്പിനെയാണ് കുജാക്കു എന്ന് പറയുന്നത്, വേർഷനാണ്. കോയി മത്സ്യത്തിൽ ഇനിയും കുറേ വെറൈറ്റീസ് വരുന്നുണ്ട്. ഹിക്കാരി ഉത്സുരി, കിൻ ജിൻറിൻ, അങ്ങനെ കുറച്ച് വെറൈറ്റീസ് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഡിസ്കസ് ചെയ്ത 13 വെറൈറ്റീസാണ് മാർക്കറ്റിൽ ഏറ്റവും അധികം അവൈലബിൾ ആയ ഫിഷുകൾ. മറ്റുള്ള ഫിഷുകളിൽ അധികം താരം ബ്രീഡിങ് വളരെ കുറവും മാർക്കറ്റിൽ അവൈലബിലിറ്റി വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ 13 ഐറ്റം മാത്രം സെലക്ട് ചെയ്ത് വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫൈറ്റേഴ്സിന് പുറമെ തന്നെ ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഇപ്പോഴുള്ള ഇഷ്യൂസ് എല്ലാം തീരുമ്പോൾ അടുത്ത ഷിപ്മെൻറ്റിൽ ജാപ്പനീസ് കോയും കൂടി നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഓൾറെഡി ഡിസ്കഷനും സംസാരം എല്ലാം തീർന്നു കഴിഞ്ഞു. അതിൻ്റെ പ്രൈസ് ഇപ്പോൾ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഏകദേശം എടുക്കുന്ന വെറൈറ്റീസ് ഒരു 3 ഇഞ്ച്, 4 ഇഞ്ച്, 5 ഇഞ്ച്, 6 ഇഞ്ച് ആ ലെവലുള്ള സൈസ് നമ്മൾ എടുക്കാൻ പോകുന്നുള്ളൂ. അപ്പോഴേക്കും റേറ്റ് നമുക്ക് ഏറ്റവും എക്കണോമി ലെവലിൽ കിട്ടുന്ന പ്രൈസ് അപ്പോഴായിരിക്കും. പ്രൈസ് ഏകദേശം ഈ സിറ്റുവേഷൻ മാറിയ ശേഷം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. താല്പര്യമുള്ളവർ ഈ പറയുന്ന താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് നല്ല ക്വാളിറ്റിയായ ഫിഷസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് തരുന്നതായിരിക്കും. Sorry, it's DJ.